ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, 2025 ഡിസംബർ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം കൂട്ടുകാർക്ക്. ചോദ്യങ്ങൾ വായിച്ചു നോക്കാൻ 15 മിനിറ്റ് സമയം അനുവദിച്ചിട്ടുണ്ടാകുമെന്നറിയാമല്ലോ. തുടർന്ന് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു ചിത്രം പ്രതീക്ഷിക്കാം. ആ ചിത്രത്തിന് കളർ കൊടുക്കാനായിരിക്കും ചോദിക്കുക. പൂമ്പാറ്റയെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ എക്സാമിന് ഉണ്ടെങ്കിലും ഇപ്രാവശ്യവും ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിൻ്റെ വളർച്ചാഘട്ടം, ബട്ടർഫ്ലൈ ലാർവയാകുന്നു, പിന്നീട് എഗ് ആവുന്നു, പിന്നീട് അത് പ്യൂപ്പയാവുന്നു. അതുപോലെ ഗാർഡനിൽ വരുന്ന ചില ചിത്രശലഭങ്ങളുടെ പേരുകളൊക്കെ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ലെമൺ ബട്ടർഫ്ലൈ, കോമൺ റോസ് ബട്ടർഫ്ലൈ. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ വരുന്ന മഞ്ഞ നിറത്തിലുള്ള ശലഭം, നാരകക്കാളി മുതലായ ശലഭങ്ങളുടെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? നമ്മൾ പൂന്തോട്ടം ഉണ്ടാക്കണം. അവിടെ പ്ലാന്റ് മോർ ഫ്ലവറിങ് പ്ലാന്റ്സ്, പൂക്കുന്ന കുറേ ചെടികൾ വെച്ചുപിടിപ്പിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ നല്ല ആരോഗ്യത്തിനായി നമ്മൾ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നമ്മുടെ അസുഖങ്ങൾ നീങ്ങിപ്പോകാനും പോഷകക്കുറവ് വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെജിറ്റബിൾസ് കഴിക്കണം, ട്യൂബേഴ്സ് അഥവാ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, പഴങ്ങൾ കഴിക്കണം, സെറാൽസ്, അതേപോലെ തന്നെ പൾസസ്. ഇവയുടെ എല്ലാം പേരുകൾ വ്യക്തമായും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെയൊക്കെ പേരുകൾ പഠിച്ചു വയ്ക്കുക. പച്ചക്കറികൾ, പഴങ്ങൾ, ട്യൂബേഴ്സ്, കിഴങ്ങുകൾ തുടങ്ങിയവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ ചോദിക്കാം. പിന്നെ ഫൈൻഡ് ദ ഓഡ് വൺ, ഒറ്റയാനെ കണ്ടെത്താൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ മിൽക്ക്, എഗ്, ടോപ്പിയാക്കോ, മീറ്റ്. അതായത് മിൽക്കും എഗ്ഗും മീറ്റും ആനിമൽസാണ് നമുക്ക് തരുന്നത്. പക്ഷേ ടാപ്പിയോക്ക, പൂള ഒരു വെജിറ്റബിൾ പ്ലാന്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഓഡ് വൺ, ഒറ്റയാൻ ആരായിരിക്കും? ടാപ്പിയോക്ക ആയിരിക്കും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ്? വാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡോണ്ട് സ്റ്റാൻഡ് നിയർ ദ ഡോർ, വാതിലിൻ്റെ അടുത്ത് നിൽക്കരുത്. ഹോൾഡ് സെക്യൂർലി ഇൻ ദ വെഹിക്കിൾ, നന്നായിട്ട് മുറുകെ പിടിച്ചിട്ട് വേണം നിൽക്കാൻ. നമ്മളുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തുക. വിയർ സീറ്റ് ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഔട്ട്, തലയും നിങ്ങളുടെ കൈകളും ഒന്നും പുറത്തിടരുത്. ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ സ്റ്റോപ്പ് മൂവിങ്, നിന്ന ശേഷം മാത്രം വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയറാൻ ശ്രദ്ധിക്കുക. ഡോണ്ട് ലീവ് ഇൻ ടു എ മൂവിങ് വെഹിക്കിൾ ടു ഗെറ്റ് ഔട്ട്, സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ചാടിക്കയറാൻ ഒരിക്കലും ശ്രമിക്കരുത്. വൺസ് മോർ, ഡോണ്ട് സ്റ്റാൻഡ് നിയർ ദ ഡോർ, ഹോൾഡ് സെക്യൂർലി ഇൻ ദ വെഹിക്കിൾ, വിയർ സീറ്റ് ബെൽറ്റ്, ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഔട്ട്, ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ സ്റ്റോപ്സ് മൂവിങ്, ഡോണ്ട് ലീവ് ഇൻ ടു എ മൂവിങ് വെഹിക്കിൾ ടു ഗെറ്റ് ഓൺ. അടുത്തതായി, ഹൗ ഡു വി പ്യൂരിഫൈ വാട്ടർ ഫോർ ഡ്രിങ്കിങ്? നമ്മൾ വെള്ളം ശുദ്ധമാക്കാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്? ബൈ ബോയിലിംഗ്, ബൈ ഫിൽറ്ററിങ്, യൂസിങ് ക്ലീൻ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കും, അതുപോലെ അരിച്ച് ഉപയോഗിക്കും. നല്ല വൃത്തിയുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. അതുമാത്രമല്ല, യൂസിങ് വാട്ടർ പ്യൂരിഫയേഴ്സ്, വാട്ടർ പ്യൂരിഫയേഴ്സ് കൂടി നമ്മൾ ഉപയോഗിക്കും. These methods remove germs and make water safe to drink. കുടിക്കാൻ ശുദ്ധമാക്കി തരും ഈ മെത്തഡുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. വൺസ് മോർ, ഹൗ ഡു വി പ്യൂരിഫൈ വാട്ടർ ഫോർ ഡ്രിങ്കിങ്? ആൻസർ: ബൈ ബോയിലിംഗ്, ബൈ ഫിൽറ്ററിംഗ്, ബൈ യൂസിങ് ക്ലീൻ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആൻഡ് യൂസിങ് വാട്ടർ പ്യൂരിഫയേഴ്സ്. ഉറപ്പായും വരുന്ന ഒരു ചോദ്യമാണ്: ഹൗ ക്യാൻ വി കീപ് അവർ എൻവയോൺമെൻറ്റൽ ക്ലീൻ? നമ്മുടെ പരിസരം എങ്ങനെ നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കും? അപ്പോൾ കൂട്ടുകാർ ഈ ഉത്തരം പഠിച്ചു വയ്ക്കുക. Do not throw
വേസ്റ്റ് ഓൺ ദ റോഡ്. റോഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, എവിടെയും വലിച്ചെറിയരുത്. യൂസ് ഡസ്റ്റ് ബിൻസ്. എല്ലായിടത്തും ഡസ്റ്റ് ബിന്നുകൾ, ചവറ്റുകൊട്ടകൾ ഉപയോഗിക്കുക. റെഡ്യൂസ് പ്ലാസ്റ്റിക് യൂസ്. പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുക. കീപ് സറൗണ്ടിങ്സ് നീറ്റ്. നിങ്ങളുടെ പരിസരം നിങ്ങൾ വൃത്തിയായി വയ്ക്കുക. പ്ലാന്റ് മോർ ട്രീസ്. കുറേയധികം ചെടികൾ നട്ടുപിടിപ്പിക്കുക. വൺസ് മോർ, ഹൗ ക്യാൻ വി കീപ് അവർ എൻവയൺമെന്റൽ ക്ലീൻ? ഡു നോട്ട് ത്രോ വേസ്റ്റ് ഓൺ ദ റോഡ്. യൂസ് ഡസ്റ്റ്ബിൻസ്. റെഡ്യൂസ് പ്ലാസ്റ്റിക് യൂസ്. കീപ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് പ്ലാന്റ് മോർ ട്രീസ്. Then the next one. Write the benefits of keeping animals at home. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് നേട്ടം? They give us milk, eggs and meat. അവർ നമുക്ക് മുട്ടയും ഇറച്ചിയും പാലും ഒക്കെ തരുന്നു, അല്ലേ? They help in security. നമുക്ക് സുരക്ഷിതത്വം തരുന്നു. They provide companionship. നല്ലൊരു ചങ്ങാത്തമാണ് അവരുമായിട്ട്. നമുക്കത് മാനസിക സന്തോഷം നൽകും, അല്ലേ? Some ഹെൽപ്പ് ഇൻ വർക്ക്. നമ്മളെ ജോലിയിലും സഹായിക്കും. ഇപ്പോൾ ഡോഗുകളുടെ കാര്യമാണെങ്കിൽ ലൈക്ക് ഡോഗ്സ് ഫോർ ഗാർഡിങ്. നമ്മുടെ വീടൊക്കെ നോക്കാൻ ഡോഗുകളെ വളർത്താറുണ്ട്. വൺസ് മോർ, റൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് കീപ്പിംഗ് അനിമൽസ് അറ്റ് ഹോം. ദേ ഗിവ് us മിൽക്ക്, eggs ആൻഡ് മീറ്റ്. ദേ ഹെൽപ്പ് ഇൻ സെക്യൂരിറ്റി. ദേ പ്രൊവൈഡ് കമ്പാനിയൻഷിപ്പ് ആൻഡ് സം ഹെൽപ്പ് ഇൻ വർക്ക്. ഓക്കെ. Then the next one, what are the causes of road accident? റോഡിലെ അപകടങ്ങൾക്ക് എന്തെല്ലാമാണ് കാരണം? ആൻസർ: ഓവർ സ്പീഡ്, കെയർലെസ് ഡ്രൈവിംഗ്, ഡിസ്റിഗാർഡിംഗ് വാർണിംഗ് സൈൻ ബോർഡ്സ്, അവോയ്ഡിംഗ് ട്രാഫിക് സിഗ്നൽസ്, യൂസ് ഓഫ് മൊബൈൽ ഫോൺ, ഡ്രങ്കൺ ഡ്രൈവ്, അൺസേഫ് റോഡ്, ട്രാഫിക് കൺജഷൻ. വേഗത്തിൽ വണ്ടി ഓടിക്കുക, ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുക, ട്രാഫിക് സിഗ്നൽസ് ഒന്നും അനുസരിക്കാതെ വണ്ടി ഓടിക്കുക, കുണ്ടും കുഴിയുമുള്ള റോഡ്, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, മദ്യപിച്ച് വണ്ടി ഓടിക്കുക, ട്രാഫിക്കിലെ അതായത് തിരക്കുള്ള റോഡ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നത്. പിന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യം കിച്ചൺ ഗാർഡനെ കുറിച്ചാണ്. എന്തിനാണ് നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നത്? എന്തിനാണ്? വി ക്യാൻ ഈറ്റ് ടേസ്റ്റി ഫുഡ്, അല്ലേ? ദെയർ വിൽ ബി നോ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ കീടനാശിനികളൊന്നും അടിക്കാത്ത പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിന് എന്തെല്ലാം നമ്മൾ സ്വീകരിക്കണം എന്നീ കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചൂസ് ക്വാളിറ്റി സീഡ്സ്. നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കണം. എൻഷുർ വാട്ടർ അവൈലബിലിറ്റി. വെള്ളമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യണം. ചൂസ് ഫെർട്ടൈൽ സോയിൽ. നല്ല ഫെർട്ടൈലായ മണ്ണ്, ഫലഭൂയിഷ്ടമായ മണ്ണ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഉറപ്പായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വ്യക്തമായി നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ സംസ്കരിക്കുന്നതെന്നും പഠിച്ചു വയ്ക്കുക. Then the next one, what should be taken care of when we walk along the side of the road? നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ്, ഡോണ്ട് വാക്ക് ക്ലറ്റേഡ്, വാക്ക് ഓൺലി അലോങ് ദ ഫുട്പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദർ. ഓക്കെ. വൃത്തിഹീനമായ ഒരു പരിസരമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തതായി ചോദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ പരിസര ശുചീകരണത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ എഴുതേണ്ടത്. അതും കൂടി പഠിച്ചു വയ്ക്കുമല്ലോ. വെജിറ്റബിൾ സാലഡ്, ഫ്രൂട്ട് സാലഡ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതിൻ്റെ റെസിപ്പി കൂടി കൂട്ടുകാർ പഠിച്ചു വയ്ക്കാൻ മറക്കരുത്. ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവരും പാഠപുസ്തകം നന്നായിട്ട് വായിച്ചു വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.